വിഷയം ഗണിതം, 2ാം ക്ലാസ്, 2025-26 വർഷത്തെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഇന്നത്തെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ പ്രവർത്തനം കാട്ടിലെ കൃഷി. കാട്ടിലെ കൂട്ടുകാർ കൃഷി ചെയ്തു. മിട്ടുമുയൽ 6 വരിയിൽ 5 ക്യാരറ്റ് വീതം നട്ടു. ആകെ എത്ര ക്യാരറ്റ്? 6 വരിയിൽ 5 ക്യാരറ്റ്. അപ്പോൾ എത്ര ക്യാരറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ 6 × 5 = 30 ക്യാരറ്റ്. ഇനി മുത്തുക്കുരങ്ങൻ 4 വരിയിൽ 10 വാഴ വീതം നട്ടു. ആകെ എത്ര വാഴകൾ നട്ടു? 4 വരി 10 വാഴ. 4 × 10 40. മിന്നുത്തത്ത 7 വരിയിൽ 2 പയർ വിത്ത് വീതം നട്ടു. അപ്പോൾ 7 × 2, 7 വരിയിൽ 2, 7 × 2 14. മാലുക്കരടിക്ക് 50 ചേന വിത്ത് നടണം. 8 വരിയിൽ 5 വീതം നട്ടു. ഇനി എത്ര ചേന വിത്തുകൾ നടാനുണ്ട്? 50 എണ്ണം നടണം. 8 വരിയിലായിട്ട് 5 വിത്ത് നട്ടു. അപ്പോൾ എത്ര വിത്ത് നട്ടു? 8 × 5, അതായത് 40. 8 × 5 40. 40 വിത്ത് നട്ടു. ഇനി 10 കൂടെ നട്ടാൽ 50 ആയി അല്ലേ? അപ്പോൾ 10 വിത്ത് ഇനി നടാനുണ്ട്. പ്രവർത്തനം 2 ചേർത്ത് വരക്കാം. സമയമാണ്. 8 മണി കഴിഞ്ഞ് 2 മണിക്കൂറായാൽ എത്രയായിരിക്കും സമയം? 10 മണിയായിരിക്കും അല്ലേ? അതുകൊണ്ട് അതിൽ നിന്നും 10 മണിയിലേക്ക് വരയ്ക്കുക. പിന്നെ 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയം ഏതാണ്? 6 മണി. 6 മണിയിലേക്ക് വരയ്ക്കുക. 8 മണി ഏറ്റവും മേലെ ഉണ്ടല്ലേ, അതിലേക്ക് വരയ്ക്കുക. 2 മണിക്ക് 1 മണിക്കൂർ മുമ്പിലെ സമയം, അതായത് 1 മണിയാണ്. 1 മണിയിലേക്ക് വരയ്ക്കുക. ഇനി 2 സൂചിയും ഒരുമിച്ച് ഒരു സംഖ്യയിൽ വരുന്ന സമയം ഏതാണ്? 12 മണി. അടുത്ത പ്രവർത്തനം സാധനങ്ങൾ വാങ്ങാം. സുബിയുടെ കയ്യിൽ 85 രൂപയുണ്ട്. അവൻ 46 രൂപയ്ക്ക് വാഴപ്പഴവും 17 രൂപയ്ക്ക് ബിസ്ക്കറ്റും വാങ്ങി. വാങ്ങിയ സാധനങ്ങളുടെ ആകെ വില എത്രയാണ്? 46 + 17 = 63. ഇനി സാധനങ്ങളുടെ വില കൊടുത്ത ശേഷം സുബിയുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുണ്ടാകും? 63 രൂപക്കാണ് സാധനങ്ങൾ വാങ്ങിയത്. ആകെ 85 രൂപയാണ് കയ്യിലുള്ളത്. അപ്പോൾ 85-ൽ നിന്നും 63 കുറക്കണം. 85-ൽ നിന്നും 63 കുറച്ചാൽ 22 കിട്ടും. അപ്പോൾ 22 രൂപയാണ് കയ്യിൽ ബാക്കിയുള്ളത്. ഇനി ആ 22 രൂപയിൽ നിന്നും 2 രൂപയുടെ 10 മിഠായി കൂടെ വാങ്ങി. ഇപ്പോൾ സുബിയുടെ കയ്യിൽ എത്ര ബാക്കിയുണ്ടാകും? 10 മിഠായിക്കും 2 രൂപയാണ്. അപ്പോൾ 10 × 2 20. 20 രൂപയ്ക്ക് മിഠായി വാങ്ങി. 22 രൂപയിൽ നിന്നും 20 രൂപയ്ക്ക് മിഠായി വാങ്ങിയാൽ 22 - 2 22 - 20 = 2. അപ്പോൾ 2 രൂപയാണ് ബാക്കിയുണ്ടാവുക. ഇനി പാറ്റേൺ പൂരിപ്പിക്കാം. 2, 4, 8, 16, 32, 64 ഇരട്ടിയായിട്ടാണ് പോകുന്നത്. 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 8, 8ന്റെ ഇരട്ടി 16, അതായത് 8ഉം 8ഉം 16, 16ഉം 16ഉം 32, 32ഉം 32ഉം 64. ഇനി 111, 113, 115 2 സംഖ്യകൾ വീതമാണ് കൂട്ടിപ്പോകുന്നത്. അടുത്തത് 117, പിന്നെ 119, പിന്നെ 121. ഇനി 160, 157, 154 3 സംഖ്യകൾ വീതം കുറച്ച് വരികയാണ്. അപ്പോൾ അടുത്തത് 151, പിന്നെ 148, 145. ഇനി 136, 146, 156 10 വീതം കൂട്ടിപ്പോവുകയാണ്. അടുത്തത് 166, പിന്നെ 176, പിന്നെ 186. ഇനി സ്വന്തമായി ഒരു സംഖ്യാ പാറ്റേൺ തയ്യാറാക്കുക. ഒന്ന് തയ്യാറാക്കിയാൽ മതി. പല തരത്തിലും സംഖ്യാ പാറ്റേൺ തയ്യാറാക്കാവുന്നതാണ് അല്ലേ? ഉദാഹരണമായിട്ട് ഞാനിവിടെ 3 സംഖ്യാ പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. 3, 13, 23, 33, 43 10 വീതം കൂട്ടിപ്പോയി. ഇനി അടുത്തത് 2, 4, 6, 8, 10 2 വീതം. പിന്നെ 65, 55, 45, 35, 25 അത് 10 വീതം കുറച്ച് വന്നു അല്ലേ? അങ്ങനെ പലതരത്തിലും നമുക്ക് സംഖ്യാ പാറ്റേൺ തയ്യാറാക്കാവുന്നതാണ്. ഇനി കലണ്ടർ. മാർച്ച് 2026 എന്നാണ് മേലെ ഉള്ളത്. അടിയിൽ ചോദ്യം നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന കലണ്ടർ ഏത് വർഷത്തെയാണ്? 2026 ആണല്ലേ? അപ്പോൾ 2026 എന്നവിടെ എഴുതുക. ചിത്രത്തിലെ കലണ്ടറിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട്? ഏതൊക്കെ തീയതികൾ? വ്യാഴാഴ്ച ഇതയാണല്ലേ? 5, 12, 19, 26 ഈ തീയതികളിലാണ് വ്യാഴാഴ്ചകൾ ഉള്ളത്. അപ്പോൾ എത്ര ദിവസമായി? 1, 2, 3, 4
വ്യാഴാഴ്ച 4 ദിവസങ്ങളുണ്ട്. എത്ര വ്യാഴാഴ്ചയുണ്ട്? 4. ഏതൊക്കെ തീയതികളാണ്? 5, 12, 19, 26. അതും ഇവിടെ എഴുതുക. ഇനി 2026 ഏപ്രിൽ 1 ഏത് ദിവസമാണ്? ഏപ്രിൽ 1 ഇത് മാർച്ചിലെ കലണ്ടറാണല്ലേ. മാർച്ച് 31 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഏപ്രിൽ 1 ഏത് ദിവസമായിരിക്കും? ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ. അതുകൊണ്ട് ബുധനാഴ്ച. ബുധൻ എന്നവിടെ എഴുതുക. ഏപ്രിലിനും ജൂണിനും ഇടയിലുള്ള മാസം ഏതാണ്? മെയ് മാസം. കലണ്ടറിൽ നിന്നും ഒരു പാറ്റേൺ തയ്യാറാക്കുക. കലണ്ടറിൽ പല പാറ്റേണുകളുണ്ട് അല്ലേ. 1, 2, 3 അതൊരു പാറ്റേൺ ആണ്. ഇനി മേലെ നിന്നും താഴേക്ക് എണ്ണിയാൽ അതും ഒരു പാറ്റേൺ ആണ്. 1, 8, 15, 22, 29 അങ്ങനെയുള്ളതൊക്കെ പാറ്റേണുകളാണ് അല്ലെ. 1, 8, 15, 22, 29. ഇനിയോ 2, 9, 16 അതൊക്കെ 7 വീതം സംഖ്യകൾ കൂട്ടിപ്പോകുന്ന പാറ്റേണുകളാണ്. ഇനി 2, 10, 18, 26 എന്നൊരു പാറ്റേൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ഇതിങ്ങനെ ചെരിഞ്ഞിട്ട് പോകുന്ന പാറ്റേൺ അല്ലേ. 2, 10, 18, 26 8 വീതമാണ് അവിടെ കൂട്ടിപ്പോയത്. 2, 8, 10, 10, 8, 18, 18, 8, 26 അങ്ങനെ. ഓക്കെ, ഇത്രയുമാണ് ഈ ചോദ്യത്തിലുള്ളത്.